എന്താടാ? നമസ്കാരം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ചേച്ചിയുടെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ പോണ വഴി ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ചേച്ചിയുടെ മൂത്ത കുട്ടി ഉറക്കത്തിട്ട് എണീറ്റിട്ടുണ്ടായില്ല ഗൈസ്. ഇപ്പൊ എന്നെ അടിക്കും. എന്താടാ? ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. വഴി കിടക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. വഴി കിടക്കൂ ഇല്ലല്ല. ഞങ്ങളുടെ പറക്കം തളികയാണിത്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൈകൾ ഞങ്ങളുടെ പറക്കം തളികയാണിത്. അതിന്റെ പേര് ഗ്ലാമർ അല്ലേ? ഞങ്ങളുടെ ഗ്ലാമർ. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഞങ്ങൾ ഫസ്റ്റത്തേതുണ്ട്. ഞങ്ങളൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. ചെറുത് അവിടെയാണ് ജനിച്ചാക്കുന്നത് ചേച്ചിയുടെ കുട്ടി. അപ്പൊ അതിനെ കാണാൻ പോകുന്നതാണ്. ഈ VIP പേഴ്സണാണ്. ചില സമയങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് കുട്ടിനെ കാണാൻ പറ്റുള്ളൂ. 9:30 ചെന്നാലേ നമുക്ക് കുട്ടിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ 9:30 10 മണി ആവാറേ. ചിലപ്പോ കാണിച്ചു നേരിട്ടറിയില്ല. ചെന്നിട്ട് നോക്കാം. ഇവിടെ ഭയങ്കര പൊടിയാണ് ഗൈസ്. വയറ് മുമ്പിലൊക്കെ ആയിട്ട് പൊടി പോകും. നിങ്ങളുടെ നാട്ടിൽ ഇതുകൊണ്ട് പണി ഇറക്കുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇതുകൊണ്ട് പണി ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സോറി. ഇത് മഴയില്ല. സൺഡേ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മഴയില്ലാത്തതുകൊണ്ട് എങ്ങോട്ടും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ വ്ലോഗ് കൊടുക്കാൻ പറ്റില്ല. മഴ പെയ്യുന്ന മഴ പെയ്താൽ നമ്മുടെ വ്ലോഗ് നടക്കില്ല. ഞാനിപ്പോൾ പറയണത് ഇത് കേൾക്കണ്ടെന്നോ ദൈവമേ. ഞങ്ങൾ ഇതുവരെയായിട്ട് കുട്ടീനെ കണ്ടിട്ടില്ല. കുട്ടി NICയിലാണ്. അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടില്ല. 9:30 തുറക്കുന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ തുറന്നിട്ടില്ല ഇതുവരെയായിട്ട്. കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യം ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കുട്ടീനെ കാണാൻ പോകുന്നത്. ശേഷം അതിനോട് ക്ഷീണിച്ച് മറ്റേതൊരു ചീർമതയൊക്കെ ഉണ്ടായി ഇവിടെയൊക്കെ. പിന്നെ ആ സർജറി ചെയ്യുന്നില്ല. ഞാൻ മറ്റേ സാധനത്തിന് നോക്കിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടത് അതിന് കഥ കഴിച്ച് പൊളക്കാൻ നേഴ്സ് വന്നു. സെറ്റപ്പ് സാധനം. കൃഷ്ണ മറ്റേ എന്താണ് നമ്മുടെ ഹോട്ടലിൽ നിൽക്കാൻ പോയാണ്. തലയിൽ വെച്ചിട്ടുണ്ട്. എല്ലാരും കളയത് നല്ല സുഖ കാണാൻ വെക്കാനായിട്ട്. ഞാനിപ്പോ മൂക്കിലും വായനൊന്നും പോകാൻ പാടില്ല. ഒരു നീല ഡ്രസ് വരെ ആയിരിക്കും. ഇത് ഫുൾ ഊരിക്കളയോ? ഇത് ഊരണം. ടാസ്കാണ് കുറച്ചാണ് നടക്കണത്. അതിനെടുക്കണ്ടേ? ഇത് നമ്മൾ ഇങ്ങനെ നോക്കണല്ലേ ഉള്ളൂ. ഉറങ്ങേന്ന് പറഞ്ഞു. അല്ല, പാല് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ഉറക്കണമെന്ന് പറഞ്ഞു. ഒരെണ്ണം കാരണണ്ടായിരുന്നു. ഇതിന്റെ നല്ല കാരണം പറഞ്ഞുണ്ടായി. ശീലോണം. ഇത് ശീലിച്ച് രാജാവായിട്ട് കിടപ്പുണ്ടോ അവിടെ. ഞാൻ പകക്കണേ മൂക്ക് ചിലവരിങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വലിക്കല് ചെയ്യൂലേ. ഇതിന്റെ മൂക്കൊക്കെ വലിക്കല്ലേട്ടാ. ഇതിന്റെ മൂക്ക് കുഞ്ഞാണ്. അതെന്നെ കാണിച്ചത്. അങ്ങനെ ഞങ്ങള് കുട്ടീനെ കണ്ടിട്ട് നമുക്ക് 2ാമത്തെ ഫ്ലോറിലൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങള് കുട്ടീനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവേണ്. ഞാൻ അന്ന് ജനിച്ചപ്പോ കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. കണ്ടിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. കോഫി ഇവൻ വാങ്ങിച്ച് തരുന്നില്ല.
പാവം ഞാനൊരു ചോറും തിന്നിട്ടാണ് വന്നാക്കുന്നത്. കോഫി വാങ്ങിച്ചാലോ? കോഫി വേണ്ട, എന്റെ വണ്ടി കോഫി വാങ്ങിച്ചാലോ? ഗായ്സ്, നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഭാഗ്യക്കേടാണെങ്കിൽ ഞങ്ങക്ക് മഴ കിട്ടും. ഇതാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരത്തെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. കാണാനൊക്കെ അടിപൊളിയല്ലേ? അതുപോലെ ഞങ്ങക്ക് ചെലവ് ഇത്തിരി കൂടുതലാ. ഇവിടെ എന്തോ അടിപൊളി വേറെ സംഭവമുണ്ട്. സാഫ്രോൺ റെസ്റ്റോറൻറ്റ്, സീഷോർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇവിടെ ടെൻഷനാവോ? ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ? ഓക്കെ, അങ്ങനെ ഞങ്ങള് കൊച്ചിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്, പക്ഷെ പിന്നെ പെയ്തില്ല. എന്തോ ഭാഗ്യം കൊണ്ട്. ഇനിയിപ്പോ അമ്മക്ക് ഹെൽമെറ്റ് കൊടുത്തിട്ട് വേണം അമ്മക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അമ്മക്ക്, അച്ഛനും പിന്നെ ചേച്ചിയുടെ മൂത്ത കുട്ടിക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. ഞങ്ങൾ ഈ ഹെൽമെറ്റ് കൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇന്നിപ്പോ സൺഡേ ആണ്. ഇപ്പൊ തന്നെ സൺഡേ പോകും, തീർന്നു പോകും. സൺഡേ പോകുമ്പോ ഒരു വിഷമം മനസ്സിലായി. ജോലിക്ക് പോയപ്പോ തൊട്ട് അതിന് മുന്നേ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഒരു വിഷമം. പിന്നെന്താ, ഇന്ന് ഡാൻസ് എടുക്കണം, കുറച്ച് ഡാൻസ് ഷോസ് എടുക്കണം. അത് ആഗ്രഹമുണ്ട്, എടുക്കും അല്ല കുറച്ച് ഡാൻസ് ഷോട്ട്സ് എടുത്ത് വെക്കണം. കാരണം ഞങ്ങളുടെയിലുള്ള സ്റ്റോക്ക് തീർന്നു പോയി ഡാൻസിന്റെ. ഓക്കേ, ചേച്ചിയുടെ കുട്ടീനെ പോയി കണ്ടു വന്നു. NICUലാണ് കുട്ടി കിടക്കുന്നത്. കുറച്ചേരം ഇരുന്നിട്ടാണ് അവനെ കാണാൻ പറ്റിയത്. ഞാൻ ആ ജനിച്ച ദിവസമാണ് അവനെ കണ്ടത്. അന്ന് ആള് ഇത്തിരി ഉണ്ടപ്പൊക്കെ ഇരിപ്പുണ്ടായി. ഇപ്പൊ ആൾക്ക് ഇത്തിരി ക്ഷീണോട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും പെട്ടെന്ന് അവിടെ ഇറക്കുമെന്ന് ഞങ്ങള് കരുതുന്നു. പിന്നെ ഇനി വന്ന തിങ്കളാഴ്ച അല്ല, നാളെ അല്ല, അതായത് തിങ്കളാഴ്ച കുട്ടീനെ കൈ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാലോ. ഇപ്പൊ പക്ഷെ കണ്ടപ്പോ എനിക്ക് അവന്റെ മുഖമേ എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് അത് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ പോകുന്നത്. നല്ല ഉറക്കം വരുന്ന ആള്. മറ്റേ ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട്. പിന്നെ ആൾക്ക് രാവിലെ മസാജിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ചേച്ചി എന്നിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഇപ്പൊ ഞങ്ങൾ തൊട്ട് പ്രതീക്ഷിക്കാണ്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്നത്. ഇങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്. കാരണം 7 മാസം കഴിഞ്ഞപ്പോ തന്നെ 7 മാസം കഴിഞ്ഞ് അപ്പോഴേക്കും അവൻ പുറത്തേക്ക് വന്ന് എൻ്റെ ഉള്ളിലേക്ക് കിടന്ന ആള് പെരുക്ക് വരും തോന്നണം. അതാണ് വേഗം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോയി കണ്ടു. സൺഡേ അങ്ങനെ ഒരു 12:30 അവിടെ പോയി തിരിച്ചു വന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.